നമസ്കാരം. പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇത്ര ഗൗരവം ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ നിയമസഭാ സമ്മേളനം നടത്തുന്നതിന്? അത് വലിയ ചോദ്യമാണ്, കുറേ വർഷമായിട്ടുള്ള ചോദ്യം. കാരണം എന്നറിയോ, ഇപ്പം ഈ ഇന്നലെ നിയമസഭാ സമ്മേളന വേദിയിൽ ഏറ്റവും കൂടുതൽ നടന്ന ചർച്ച എന്ന് പറയുന്നത് എന്തുകൊണ്ട് തോറ്റു, ഓരോ സ്ഥലങ്ങളിലും കിട്ടിയ വോട്ട് എത്രയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കോൺഗ്രസിനാണ് എല്ലാ സ്ഥലങ്ങളിലും വോട്ട് കുറഞ്ഞതെന്നും നമ്മുടെ വോട്ട് ഘട്ടം ഘട്ടമായിട്ട് അങ്ങ് കയറുകയാണല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ UDF-കാർ ഭയങ്കര വെല്ലുവിളിക്കുന്നുണ്ട്, അതിന് ലീഗുകാർ ഒരുപാട് ന്യായം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയായിട്ട് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ നേരം നിയമസഭയിൽ ചൂടേറിയ ചർച്ച എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് അവലോകനമാണ്. കണക്കുകൾ അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെല്ലാം മറന്നുകൊണ്ട് എല്ലാ പാർട്ടികളും അവരുടെ നേതാക്കന്മാർ വലിയ വീറും വാശിയോടുകൂടി മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ ചർച്ച തെരഞ്ഞെടുപ്പ് അവലോകനം എന്ന രീതിയിലേക്ക് മാറുകയാണ്. യഥാർത്ഥ ജനങ്ങളുമായിട്ടുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നടത്തേണ്ട ചർച്ചകൾക്ക് പകരം അതിനല്ല കേരളത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ആകെ ദുരിതത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തോടെയാണ് സഭ ചേരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വരാൻ പോകുന്ന മഴക്കാലമുണ്ട്. ഇപ്പോൾ മഴക്കാലം നമ്മൾ കണ്ടു, 2-3 ദിവസം തന്നെ മഴ പെയ്തപ്പോൾ കേരളത്തിൽ ആകമാനം വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി. കൊച്ചി അടക്കം മുങ്ങി, മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടും. അത് നിയമസഭയിലും ഉണ്ട് മാലിന്യം, പുറത്തും ഉണ്ട് എന്നുള്ള അവസ്ഥയിലാണ് മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു. ഞാൻ ഈ ചർച്ച കണ്ടപ്പോൾ പെട്ടെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ ഓർത്തത്. എട്ടുകാലി മമ്മൂഞ്ഞുമാരും ആണ്ടിമാരും കൂടെയുള്ള തർക്കമാണ്. കണക്ക് വെച്ചുള്ള തർക്കം. ഇത്ര വോട്ട് ഓരോ പഞ്ചായത്തിലും കുറഞ്ഞതിനെ കുറിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗുകാരും മന്ത്രിമാരും ഒക്കെ തർക്കിച്ച് ഇത് ആർക്ക് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി താല്പര്യം അറിയാതെ കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ മാത്രല്ല അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യ ആവശ്യം എന്നുള്ള ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് ഇങ്ങോട്ട് വരേണ്ട ആരും. അതൊക്കെ ഞാനും പറയുന്നതാണ്, രാജ്യം വെക്കാൻ പാടില്ല. ഇനി എല്ലാവരും അങ്ങനെ വേണം, അങ്ങനെ എന്ത് ചെയ്താലും ഒരു കാരണവശാലും രാജിവെക്കരുത് ഒരു മന്ത്രിമാരും. അല്ല ഇപ്പൊ തോറ്റുപോയാലോ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാലും എന്ത് ചെയ്യും? തോറ്റുപോയാൽ പിന്നെ അത് അപ്പം നോക്കാം, അല്ലാതെ രാജിയൊന്നും വെക്കരുത്. എല്ലാവരും ഇങ്ങനെ തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകണം. ഈ സമയത്ത് ഈ നിയമസഭയിൽ മുഴുവൻ ഈ എണ്ണിപ്പെറുക്കി കണക്ക് എഴുതി വെച്ചിട്ട് എന്ത് നേടാൻ, അല്ലെങ്കിൽ ആർക്കാണ് താല്പര്യം? ഇവർക്ക് പോലും താല്പര്യമില്ലാത്ത കാര്യമാണ്. മറ്റേ ഇത് പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ തോറ്റു എന്ന് വെച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്യുക, അതുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കാവുന്ന സാധനം, അവിടെ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അതിന് പകരമായിട്ട് ഇവര് മൊത്തം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിയമസഭ അസംബ്ലി മണ്ഡലങ്ങളുടെ വോട്ടിംഗ് ശതമാനവും അവിടെ കോൺഗ്രസ് പഞ്ചായത്തിലെ വോട്ടിങ്ങും ഒക്കെ അവിടെ കോൺഗ്രസിന് ഇത്ര വോട്ട് കുറഞ്ഞു, ഇവിടെ ഇത്ര കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു. മറ്റു സ്ഥലങ്ങൾ ഇപ്പൊ പിണറായി വിജയൻ ഓരോ സ്ഥലങ്ങളിൽ മണലൂരിലെയും അന്തിക്കാടിലൊക്കെ വോട്ട് കുറഞ്ഞ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എത്ര വോട്ട് കുറഞ്ഞു എന്നുള്ള പറയുന്നില്ല, അത് സതീശനാ പറയുന്നത്. ഇത്തരത്തിലുള്ള ഭയങ്കര രസകരമായ ഒരു കാര്യമില്ലാത്ത ചർച്ചയാണ് ഇതൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പൊടിയിടുന്ന ചർച്ചകളാണ്. ഇത് ആർക്കാ ഇതിൽ താല്പര്യം? ഇവരുടെ വോട്ട് കുറയുന്നത് അല്ലെങ്കിൽ ഈ വോട്ടിംഗ് പാറ്റേൺ ആണോ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നത്? അത് മാത്രമല്ല, ഈ പറയുന്നവരെല്ലാം സമുദായം തിരിച്ചു വോട്ട് മാറിയതിന്റെ ഷിഫ്റ്റിംഗ് ആണ് പറയുന്നത്. അതൊക്കെ എന്ത് അവഹേളനമാണ് ഈ സഭയിൽ കാണിക്കുന്ന ജനങ്ങളോടുള്ള അവഹേളനം. വോട്ട് ചെയ്ത ജനങ്ങളെ ജാതിയും മതവും തിരിച്ച് അവരുടെ വോട്ട് അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞു എന്ന് രണ്ടു കൂട്ടരും കൂടെ വാദിക്കുക. ഇതൊക്കെ വോട്ടുകൾ തൃശ്ശൂരിൽ ആർക്കാണ് പോയത്? ഏത് തരം ജനാധിപത്യവാദികളായി നമ്മുടെ നിയമസഭയിൽ? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ചോദിക്കുന്നത് തൃശ്ശൂരിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് എങ്ങോട്ട് പോയി, ക്രിസ്ത്യാനികളുടെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ അറിയാവുക? അതാ ഞാൻ പറഞ്ഞേ, ഇത് എന്ത് ജനാധിപത്യവാദികളാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ സംശയം. ഇതൊക്കെയാണോ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഇവർക്ക് അത്തരത്തിലൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ തരംതാണെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. അല്ല, അത് തന്നെയാണ് വിഷയം. ഇപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, ലീഗുകാരോട് പറയുന്നത് നിങ്ങൾ ലീഗുമായിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു ഹാർമണിയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ ലീഗിനെ കണിശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മ്ലേച്ഛമായ രീതിയിലാണ് സംസാരിച്ചത്. നിങ്ങൾ വിജയത്തിന്റെ മത്തിലാണെന്നും ഈ ഉന്മത്താവസ്ഥ നിങ്ങളെ ഭയങ്കരമായിട്ട് വേറൊരു വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള രീതിയിലാണ്. പിന്നെ പട്ടി എന്ന് വിളിക്കാതെ പട്ടി എന്ന് വിളിച്ചു എന്നുള്ള ആരോപണം വെക്കുന്നു. ഇതൊക്കെ വിളിക്കാത്ത ആളുകളാണല്ലോ. അതെ, അവിടെയാണ് വിഷയം. ഇത് ഈ നികൃഷ്ടജീവി എന്നും മറ്റൊക്കെ വിളിച്ച് എല്ലാ ആളുകളെയും, ഇഷ്ടമല്ലാത്ത എല്ലാ ആളുകളെയും മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന അതേ മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് പട്ടിയെന്ന് വിളിക്കാതെ പട്ടിയെന്ന് വിളിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. പിന്നെ എനിക്ക് ഇന്ന് ഏറ്റവും രസകരമായി തോന്നിയത്,
പിണറായി വിജയൻ സാധാരണ എല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്നത് കുറച്ച് രൂക്ഷമായ രീതിയിലാണ്. പക്ഷെ ഇന്ന് കുറച്ചും കൂടി പ്ലസന്റായ രീതിയിലാണ് അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ എന്നറിയോ അവതരിപ്പിക്കുന്നത്. പിന്നെ ഒരോട്ടോ രണ്ടോട്ടോ കൂടിയ സ്ഥലങ്ങളുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് 10 വോട്ട് കുറഞ്ഞതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ചിരിക്കാമല്ലോ. അല്ല, പക്ഷേ കാരണം ഇത് ജനങ്ങളെ നോക്കിയാണല്ലോ ചിരിക്കുന്നത്. അതെ, ഈ നിയമസഭ എന്ന് പറയുന്ന ഒരു ഇത് കാണിച്ചിട്ട് ആളുകളെ നോക്കി ചിരിക്കാണല്ലോ. എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ആളുകളെ നോക്കി ഇങ്ങനെ ചിരിക്കാണ്. വോട്ട് ചെയ്യുന്നവർക്ക് ഒരു പ്രിവിലേജും ഇല്ലല്ലോ. ഇല്ല, മാത്രല്ല നിങ്ങളെല്ലാം ആസാക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും ഇവിടെ വരുന്നു, ഇവിടെ ഇരിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങൾ ചായ കുടിക്കുന്നു, പിരിയുന്നു, നമ്മളെ ആസാക്കുന്നു, അവർ ഓസിന് ജീവിക്കുന്നു എന്നുള്ളതൊക്കെ ഉണ്ട്. കാരണം കുറെ കാലമായിട്ട് നിങ്ങളുടെ ചെലവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഭയക്കുന്നു. അങ്ങനെയുണ്ട്. നിങ്ങളുടെ ചെലവിൽ തന്നെ ഞങ്ങളെ കഴിയുകയും പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഭയക്കുകയും ചെയ്യുന്നു എന്നുള്ള രസകരമായ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതാണല്ലോ ജനാധിപത്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ അവസ്ഥ എന്ന് പറയുന്നത്. വോട്ട് ഞങ്ങൾ ചെയ്ത് ഒരാളിനെ അധികാരത്തിലേറ്റി അദ്ദേഹത്തിന് സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ജനങ്ങളെ വിളിച്ചു കാട്ടുകയൊക്കെ യാഥാർത്ഥ്യബോധം ഇപ്പോഴും ആർക്കും കിട്ടുന്നില്ല. കോൺഗ്രസ്സുകാർക്കും അറിയില്ല ഇതെങ്ങനെ വോട്ട് കിട്ടിയത് ഇത്രയും, ഇതെങ്ങനെയാണ് ഇത്രയും കിട്ടിയെന്ന്, CPM-ന് ഇത്രയും ചോർന്നത് എങ്ങനെയാണെന്നും ഇതിൽ യഥാർത്ഥത്തിൽ ഇവർ ഈ നിയമസഭയിൽ ഇത്രയും വലിയ കണക്കുകൾ അവതരിപ്പിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സഖാവെ, നിങ്ങളുടെ ഭരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മറ്റാൾക്ക് വോട്ട് ചെയ്തു. CPM-ന്റെ വോട്ട് ചോർന്നു എന്ന് പറയുന്നതും കോൺഗ്രസിന്റെ വോട്ട് ചേർന്നു എന്ന് പറയുന്നതും അല്ലെങ്കിൽ BJP-ക്ക് വോട്ട് കൂടിയെന്നും പറയുന്നതെന്നും ഒരു അർത്ഥമില്ല. ഇവിടെ നിഷ്പക്ഷരായ ഒരു വലിയ വിഭാഗമുണ്ട്. അവർ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് കാലാകാലമായി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് തീരുമാനിക്കുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നുള്ള സത്യം. അതാ പറഞ്ഞ നിൽക്കക്കള്ളി ഇല്ലാതെ കോൺഗ്രസിന് വോട്ട് ചെയ്തപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിച്ചു ഇതെല്ലാം ഞങ്ങൾ രക്ഷപ്പെട്ടെന്നുള്ള ലൈനിൽ നടക്കുക. എന്താ ചെയ്യാൻ പറ്റുക? അതിന്റെ വാദപ്രതിവാദങ്ങളാണ് നമ്മൾ നിയമസഭയിൽ കണ്ടത്. അതിന് വാദപ്രതിവാദമല്ല നടത്തേണ്ടത്. ഇനിയെങ്കിലും വേണ്ടത് ജനങ്ങളുടെ രൂക്ഷമായ വിഷയങ്ങളുണ്ട്, ജനങ്ങൾ നേരിടുന്ന കുറെ വിഷയങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ തവണ നേരിട്ടതല്ല രാജേഷ്, ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നടക്കുന്നത്? കഴിഞ്ഞ വർഷം ഉണ്ടായ വെള്ളപ്പൊക്കത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇതുവരെ പൈസയൊക്കെ കണക്കാക്കിയെങ്കിൽ പോലും അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. നഷ്ടപരിഹാരം പല മേഖലയിലും കൊടുക്കാൻ ബാക്കിയുണ്ട്. പല രീതിയിലുള്ള പുനരധിവാസ പ്രക്രിയകൾ നടത്താനുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊക്കെയാണല്ലോ ഇവരിപ്പോ എല്ലാരും പറയുന്നത്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് വരാനുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഓരോ വാർഡിൽ നൽകിയ വാഗ്ദാനങ്ങളെങ്കിലും നടപ്പാക്കിയിട്ട് വേണ്ട ഇതിന് പറയാൻ. എന്നിട്ടല്ലേ ചർച്ച ചെയ്യേണ്ടത് ഇവരുടെ ഈ വോട്ട് കണക്ക്. ഈ വോട്ട് കണക്കിൽ എന്തെങ്കിലും സ്ഥായി രൂപം ഉണ്ടോ? ഇല്ല, കേരളത്തിൽ 57 മുതൽ ഈ കണക്കിൽ ഒരു സ്ഥായി രൂപം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരിപ്പോ ഈ ഇരുന്നിട്ട് ഇത്രയും സമയം വേസ്റ്റ് ചെയ്തുകൊണ്ട് നിയമസഭയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കളികളാണ്. അതുകൊണ്ട് ഇത്തരം ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ട് എന്താണ് ഇനി കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കാണുകയും ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ മഴ വരാൻ പോവാണ്. രൂക്ഷമായ വലിയ രീതിയിലുള്ള മഴയും വെള്ളപ്പൊക്കമൊക്കെ വരാൻ പോവാണ്. ഒന്നും വേണ്ട രാഷ്ട്രീയ ഈ 6 വരി പാതയ്ക്കൊക്കെ വെട്ടിക്കളഞ്ഞ മരങ്ങളിൽ എത്രണ്ണം വീണ്ടും എവിടെയെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അന്വേഷിച്ചാൽ മതി. അല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവര് ബോധവാന്മാരല്ലെന്നേ. പരിസ്ഥിതി ദിനത്തിൽ ഇതുമായിട്ട് ഇറങ്ങി പുറപ്പെടുകയല്ലേ. പരിസ്ഥിതി ദിനത്തിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ മരം നട്ട് ഒരു ചെറിയ ചെടിയൊക്കെ നട്ടിട്ട് ആ ചെടി അടുത്ത വർഷം ഉണ്ടാവുമെന്ന് പോലും ഉറപ്പുവരുത്താനുള്ള യാതൊരു നിലപാടും ഇല്ലാതെ, അതിനുള്ള പദ്ധതികളും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടി, ഈ ചർച്ചകളൊക്കെ യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരം ഉമ്മാക്കി കാണിച്ചെന്ന് ഇനി ആളുകളെ നിലനിർത്താൻ പറ്റില്ല. ആളുകൾ കൃത്യമായി കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും പ്രോഗ്രസ് കാർഡ് അവർ എല്ലാ ദിവസവും പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രസ് കാർഡ് നോക്കി തന്നെയാണ് അവർ വോട്ട് ചെയ്യുക. അല്ലാതെ ഞങ്ങൾ ഇനി വീണ്ടും വലിയ ഭൂരിപക്ഷത്തെ അധികാരത്തിൽ വരുമെന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറയ്ക്ക് യാതൊരു കോട്ടം ഉണ്ടായിട്ടില്ലെന്നും ഇത് മോദിക്ക് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കോൺഗ്രസ് ആണെന്ന് കണ്ടുകൊണ്ട് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ന്യായവാദങ്ങളൊക്കെ ഉയർത്താമെന്നല്ലാതെ എന്തുകൊണ്ട് കണ്ണൂരിൽ വോട്ട് പോയി, എന്തുകൊണ്ട് ധർമ്മടത്ത് വോട്ട് പോയി, എന്തുകൊണ്ട് ഇവര് പാർട്ടിക്കാര് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അതാണ് കല്യാശ്ശേരി എന്തുകൊണ്ട് പോയി എന്നുള്ള ചർച്ച യഥാർത്ഥത്തിൽ ഈ സഭയിൽ വന്ന് നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും ശരിക്കും ശ്രദ്ധിക്കണം. എല്ലാ പാർട്ടികളും എല്ലാ സമുദായ ആചാര്യനോടും പ്രാർത്ഥിക്കാന്ന് മാത്രമേ. അതുകൊണ്ട് ഇവർ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടത്. ഇനിയിപ്പോ ഇന്ന് കേട്ടു, നാളെ കേട്ടു, മറ്റന്നാളും കേൾക്കും നിയമസഭയിൽ ഈ വിഷയം. ഈ നിയമസഭാ കാലാവധി തീരുന്നത് വരെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്യനയത്തിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷങ്ങൾ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിന്റെ രീതിയിൽ തന്നെ ഇന്നലെ വലിയ സമരമാർഗമായിട്ട് ഇറങ്ങി നിയമസഭയിൽ അകത്തളത്തിൽ നിന്ന് ഇവർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിയുണ്ടായി. സ്പീക്കറുടെ ഡയസിന്റെ മുന്നിൽ അവരുടെ സ്പീക്കറെ മറക്കുന്ന രീതിയിലുള്ള ബാനർ കെട്ടിക്കൊണ്ടുള്ള സംഭവമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അതിന് വ്യക്തമായൊരു മറുപടി പോലും പറയാൻ
യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ തയ്യാറാവുന്നതിന് പകരം ചില ബില്ലുകൾ പെട്ടെന്ന് പാസ്സാക്കി വിടുക ചെയ്തത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയാ. ജനങ്ങൾ ഇതില് ഇവർ ഇറങ്ങിപ്പോക്ക് നടത്തുകയും അല്ലെങ്കിൽ ഇവർ പ്രതിഷേധം നടത്തുകയും ചെയ്തതോടുകൂടി എന്താണ് ഇത്തരം വിഷയങ്ങളിൽ ഏത് ബില്ല പാസ്സാക്കിയത്? അതായത് നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലുള്ള പഞ്ചായത്തി രാജ് ആക്ടിൽ ഭേദഗതികൾ വരുത്താനുള്ള ബില്ല പാസ്സാക്കിയത്. എന്താണ് 1200 മണ്ഡലങ്ങൾ, അതായത് ഈ വാർഡുകൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബില്ല പാസ്സാക്കിയ. ഇതിൽ വേറൊരു വിഷയം കൂടിയുണ്ട്. ഈ ഓരോ പഞ്ചായത്തിലും ഒരു വാർഡ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിർത്തികൾ പുനർനിർണ്ണയിക്കുക എന്നുള്ള വലിയൊരു പ്രക്രിയ ആണ്. യഥാർത്ഥത്തിൽ ഇത് ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിരവധി കിട്ടാത്ത പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ ആർക്ക് പറ്റും? ഭരണകക്ഷിക്ക് പറ്റും. കാരണം ഭരണകക്ഷിയുടെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ പ്രക്രിയ നടത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പ്രതിപക്ഷവുമായി വലിയ രീതിയിൽ ചർച്ചകൾ നടത്തി വേണം ഈ ബില്ല് അവതരിപ്പിക്കാനായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ ഗ്യാപ്പിൽ വെച്ച് ആ ബില്ല് പാസ്സാക്കി 5 മിനിറ്റ്സ് കൊണ്ട് സംഭവം ക്ലോസ് ചെയ്തു. ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ ഒരു ഭാഗത്തും, മറ്റൊരു ഭാഗത്ത് ഈ ഞങ്ങൾ എന്തുകൊണ്ട് ജയിച്ചു, നിങ്ങൾക്ക് പൊട്ട കണക്കുകൾ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥം എന്താ സംഭവിക്കുന്നത്? ഇവരൊക്കെ ഒത്തുകൊണ്ടുള്ള പരിപാടിയാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയെന്നല്ല ഇവർ പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ജനകീയ വിഷയങ്ങളാണ് സംസാരിക്കുക. ഒട്ടും ജനകീയമല്ലാത്ത വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുകയും ആ സഭയിൽ കുറേ ദീർഘനേരം ഈ വിഷയമായി സംസാരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധം ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MLA മാർക്കും ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.